അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 9-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം മുതൽ 33 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ കാൽ തളിരുകളിൽ ആദരപൂർവം സമർപ്പിക്കുന്നത്. തദാ സത്വം ശരീരേ വൈ മന്ദവ്യം ച സമുത്കടം ജൃംഭാം സ്തംഭം ച തന്ത്രാം ച ചലം ചൈവ രജഃ പുനാ. യദാ തദുത്കടം ജാതം ദേഹേ യസ്യ ച കസ്യചിൽ കലിം മൃഗയത്തെ കർത്തും ഗന്തും ഗ്രാമാന്തരം തഥാ. ചലചിത്തശ്ച സോത്യർത്ഥം വിവാദേ ചോദ്യതസ്തഥാ. ഗുരുമാവരണം കാമം തമോ ഭവതി തദ്യദാ. തദാംഗാനി ഗുരുണ്യാശു പ്രഭവന്ത്യാവൃതാനി ച. ഇന്ദ്രിയാണി മനഃശൂന്യം നിദ്രാം നൈവാഭിവാഞ്ഛതി. ഗുണാനാം ലക്ഷണാന്യേവം വിജ്ഞേയാനീഹ നാരദ. നാരദ ഉവാച വിഭിന്നലക്ഷണാ പ്രോക്ത പിതാമഹ ഗുണാസ്ത്രയാ. കഥമേകത്ര സംസ്ഥാനെ കാര്യം കുർവന്തി ശാശ്വതം. പരസ്പരം മിളിത്വാ ഹി വിഭിന്ന ശത്രവഃ കില. ഏകത്ര സ്ഥാ കഥം കാര്യം
കുർവന്തീതി വദസ്വ മേ. ബ്രഹ്മോവാച ശൃണുപുത്ര പ്രവക്ഷ്യാമി ഗുണാസ്തേ ദീപവൃത്തയാ. പ്രദീപശ്ച യഥാ കാര്യം പ്രകരോത്യർത്ഥദർശനം. വർത്തിസ്തൈലം യഥാർച്ചിശ്ച വിരുദ്ധാശ്ച പരസ്പരം. വിരുദ്ധം ഹി തഥാ തൈലമഗ്നിനാ സഹ സംഗതം. തൈലം വർത്തി വിരോധ്യേവ പാവകോപി പരസ്പരം. ഏകത്രസ്ഥ പദാർത്ഥാനാം പ്രകുർവന്തി പ്രദർശനം. നാരദ ഉവാച ഏവം പ്രകൃതിജാ പ്രോക്ത ഗുണാ സത്യവതീ സുതാ. വിശ്വസ്യ കാരണം തേ വൈ മയാ പൂർവം യഥാശ്രുതം. വ്യാസ ഉവാച ഇത്യുക്തം നാരദേനാഥ മമ സർവം സവിസ്തരം. ഗുണാനാം ലക്ഷണം സർവം കാര്യം ചൈവ വിഭാഗശഃ. ആരാധ്യാ പരമാശക്തിർയയാ സർവമിദം തതം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം മുതൽ 33 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് ഭാഷാഗാനമായി വജിപ്പാട്ടിൻ്റെ ഇണത്തിൽ ഇപ്പോൾ പാടി അമ്മയുടെ തൃപാദങ്ങളിൽ സാദരം സവിനയം ഭക്തിപൂർവം സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശരീരത്തിൽ സത്വഗുണം തെളിഞ്ഞെന്നു അറിയണം. കൊട്ടുവായും ആലസ്യവും രജോ ഗുണം താൻ. ആരുടെ ശരീരത്തിലും ഉത്കടമായെന്നറിയൂ. കലഹമന്വേഷിച്ചവർ സഞ്ചരിച്ചിടും. തമസിൽ മുഴുകിടുമ്പോൾ മനസ്സു ചഞ്ചലമാകും. തർക്കങ്ങളിൽ വ്യാപരിക്കും എന്നുമറിയൂ. അവയവങ്ങൾ തടിക്കും, ഏകാഗ്രത നശിച്ചിടും. ഉറക്കമില്ലാതെയാവും ലക്ഷണമിവ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നാരദൻ പറഞ്ഞു, അല്ലയോ കമലോദ്ഭവ, അങ്ങു ചൊല്ലി സവിസ്തരം. ഗുണങ്ങൾക്കു വിഭിന്നമാം ലക്ഷണമെന്ന് അവയെല്ലാം പിന്നെങ്ങിനെ ഒരിടത്തു ചേർന്നിരുന്നു. കാര്യങ്ങളെ നിർവഹിക്കും വിഭിന്നരല്ലേ. അതുപോലെ ശത്രുക്കളും ഒരുമിച്ചുയിരുന്നിട്ടു ഏതുവിധം കാര്യങ്ങളെ നടത്തും ചൊല്ലൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
ബ്രഹ്മാവ് പറഞ്ഞു, ദീപം പോലെയത്രേയവ, ദീപം വസ്തുക്കളെയെല്ലാം കാണിച്ചു തരുന്ന പോലെയെന്നുമറിയൂ. തിരിയും തൈലവും തീയും പരസ്പര ഭിന്നമല്ലേ, ഒന്നിനൊന്നിനോടു ഒട്ടും താല്പര്യമില്ല. അഗ്നിയുമായി ചേർന്നിടുമ്പോൾ തൈലം അഗ്നിശത്രുക്കൾ താൻ, തൈലത്തിന്റെ ശത്രുവാണു തിരിയും സത്യം. അഗ്നിയും തിരിയും ശത്രു, എങ്കിലും അവ മൂന്നെണ്ണം ഒരുമിച്ചു നിന്നിടുമ്പോൾ പ്രകാശമായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നാരദൻ പറഞ്ഞു, ഗുണങ്ങളെല്ലാം പ്രകൃതിജം വിശ്വത്തിനു കാരണം. ഗുണനിധേ വ്യാസ കേട്ടു മുമ്പേ തന്നെ ഞാൻ. വ്യാസം പറഞ്ഞു, ഗുണങ്ങൾ തൻ ലക്ഷണവും കാര്യവും വിസ്തരിച്ചല്ലോ. പരാശക്തി ആരാധന അവശ്യം തന്നെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ, വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 205 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ദേവി ഭാഗവതം 3 സ്കന്ധത്തിൽ 9 അധ്യായത്തിൽ 22 ശ്ലോകം മുതൽ 33 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ നാം വിചാരം ചെയ്യുന്നത്. അതിനെയാണ് നാം അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് സാക്ഷാൽ ബ്രഹ്മാവ് നാരദന്. അപ്പോൾ പറഞ്ഞു, തഥാ സത്വം ശരീരേ വൈ മന്ദവ്യം ച സമുത്കടം ജൃംഭാം സ്തംഭം ച തന്ത്രാം ച ചലം ചൈവ രജപ്പുന. അപ്പം ശരീരത്തിൽ സത്വഗുണം ഉണ്ട് എന്നാണ്. ലഘുവായ അവയവങ്ങളും കണ്ണ് തുടങ്ങിയ ഇന്ദ്രിയങ്ങളും അതേപോലെ മനസ്സുമൊക്കെ നിർമ്മലമായിരിക്കുമ്പോൾ അപ്പോഴാണ് സത്വഗുണം നമ്മുടെ ആ ശരീരത്തിലുണ്ട് എന്ന് മനസ്സിലാവുക. അതേപോലെ തന്നെ
കോട്ടുവായിടുക, ജൃംഭാം, സ്തംഭം, അതിയായ സ്ഥൂലത, ആലസ്യം, ഇതൊക്കെ ചഞ്ചലമായ രജോ ഗുണമാണ് എന്ന് മനസ്സിലാക്കൂ. യഥാ തദുത്കടം ജാതം ദേഹേ യസ്യ ച കസ്യചിൽ കലിം മൃഗയത്തെ കർത്തും ഗന്ധും ഗ്രാമാന്തരം തഥാ. ആരുടെ ശരീരത്തിലായാലും ഉത്കടമായി തീർന്നതിൻ്റെ ലക്ഷണമാണ് ഈ രജോ ഗുണം വർദ്ധിച്ചു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇതൊക്കെ. അപ്പൊ ഇവിടെ കലഹം എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് പലയിടത്തേക്കും നടക്കണു. ഈ രജോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. എവിടെയാണ് തല്ലുകൂടുന്നത് നടക്കുന്നത്, അവിടേക്ക് പോവുക. ചലചിത്തശ്ചസോത്യർത്ഥം വിവാദേ ചോദ്യതസ്തഥാ ഗുരുമാവരണം കാമം തമോ ഭവതി തദ്യത. ഇനി ഈ രജോ ഗുണത്തിന്റെ കാര്യം പറഞ്ഞു. തമോ ഗുണം ആവരണം ചെയ്യുമ്പോഴോ ചഞ്ചല ചിത്തനാകുന്നു, മനസ്സ് ചഞ്ചലമാവുന്നു, ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ പോയി ഏർപ്പെടുന്നു. തദാംഗാനി ഗുരുണ്യാശു പ്രഭവന്ത്യാവൃതാനി ചൈന്ദ്രിയാണി മനഃശൂന്യം നിദ്രാം നൈവാഭിവാഞ്ഛതി. പിന്നെ പറയാണ്, ശരീരത്തിലെ അവയവങ്ങളൊക്കെ വേഗത്തിൽ തട്ടിക്കും, ഇന്ദ്രിയങ്ങൾ തമസ്സുകൊണ്ട് മൂടപ്പെടും, മനസ്സിന് ഏകാഗ്രത ഇല്ലാതെയായിട്ട് തീരും, അതുകൊണ്ട് തന്നെ ഉറക്കമില്ലാതെയാവും. അപ്പൊ നാരദ, ഇതൊക്കെ ഗുണങ്ങളുടെ ലക്ഷണങ്ങളാണ് എന്ന് തിരിച്ചറിയൂ. 26ാമത്തെ ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥത്തിൽ നാരദന്റെ ചോദ്യമാണ്, വിഭിന്ന ലക്ഷണ പ്രോക്ത പിതാമഹ ഗുണാസ്ത്രയ. അങ്ങ് പറഞ്ഞു 3 ഗുണങ്ങൾക്കും പല ലക്ഷണങ്ങളാണ് എന്നുള്ളത്. അപ്പോ കഥമേകത്ര സംസ്ഥാനേ കാര്യം കുർവന്തി ശാശ്വതം. അപ്പോ ഒരിടത്തിരുന്നു കൊണ്ട് എങ്ങനെയാണ് സ്ഥിരമായി കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നത്? പരസ്പരം മിളിത്വാഹി വിഭിന്ന ശത്രവക്കില. ഒരുമിച്ച് ചേർന്നിട്ടാണെങ്കിലും ഈ സത്വരജസ്തമോ ഗുണങ്ങൾ വിഭിന്നരും ശത്രുക്കളുമല്ലേ. ഏകത്രസ്ഥ കഥം കാര്യം കുർവന്തീതി വദസ്വമ. അവർ ഒരിടത്തു കൂടിയിരുന്ന് എങ്ങനെ കാര്യങ്ങൾ നടത്തുന്നു എന്ന് ഹേ പിതാമഹ അങ്ങ് വദസ്വമേ എന്നോട് പറയണേ. ഇത് കേട്ടപ്പോ ബ്രഹ്മാവിന്റെ മറുപടിയാണ് ഈ 28ാമത്തെ ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥം. ശൃണുപുത്ര പ്രവക്ഷ്യാമി ഗുണാസ്തേ ദീപവൃത്തയാ. ഞാൻ പറഞ്ഞു തരാം, ആ 3 ഗുണങ്ങൾക്കും ദീപ സ്വഭാവം ഉണ്ട് എന്ന് പറയുന്നു. എങ്ങനെയാണെന്ന് അത് പറയുകയാണ്. പിന്നെ പ്രദീപശ്ച യഥാകാര്യം പ്രകരോത്യർത്ഥദർശനം വർത്തിസ്ഥൈലം യഥാർച്ചിശ്ച വിരുദ്ധാശ്ച പരസ്പരം. ദീപം എങ്ങനെയാണ് വസ്തുക്കളെ കാണിച്ചു തരിക, വിഷയങ്ങളെ, ഒരു കാര്യം നിർവഹിക്കുന്നത്? ഇപ്പൊ തിരിയും തൈലവും തീയും പരസ്പര ഭിന്നങ്ങളാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ പറയുകയാണ് വർത്തിസ്ഥൈലം യഥാർച്ചിശ്ച. അപ്പോ തിരിയും തൈലവും തീയും പരസ്പര ഭിന്നങ്ങളാണ്, ഒന്നിന് മറ്റൊന്നിനോട് ഒരു താല്പര്യവുമില്ല. എന്നിട്ടും വിരുദ്ധം ഹി തഥാ തൈലം അഗ്നിനാ സഹസംഗതം. തൈലം വർത്തിവിരോധ്യേവ പാവകോപി പരസ്പരം ഏകത്രസ്ഥ പദാർത്ഥാനാം പ്രകുർവന്തി പ്രദർശനം. അഗ്നിയോടുകൂടി ചേരുമ്പോൾ തൈലവും അഗ്നിയും ശത്രുക്കളാണ് അല്ലേ? തൈലത്തിന്റെ ശത്രുവാണ് തിരി, അതുപോലെ തന്നെ അഗ്നിയും തിരിയും ശത്രുക്കളാണ്. എന്നാൽ അവ ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞാലോ പദാർത്ഥങ്ങളെ പ്രകാശിപ്പിക്കുകയും നമുക്കതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നു. നാരദന്റെ ചോദ്യം ആ ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥത്തിൽ ഏവം പ്രകൃതിജാ പ്രോക്ത ഗുണ സത്യവതി സുത. ഇങ്ങനെ ഗുണങ്ങൾ പ്രകൃതിജങ്ങളാണ് എന്ന് വിശ്വത്തിന് കാരണം അവയാണെന്നും വിശ്വസ്യ കാരണം തേവയും അയാപൂർവം യഥാശ്രുതം. ഹേ സത്യവതി സുത പറയാണ്, ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോ വേദവ്യാസൻ മറുപടി പറയാണ്, ഇത്യുക്തം നാരദേനാഥ മമ സർവം സവിസ്തരം. ഇങ്ങനെ ഗുണങ്ങളുടെ ലക്ഷണവും കാര്യവും എല്ലാം പ്രത്യേകം വിസ്തരിച്ച് നാരദൻ അന്ന് പറയുണ്ടായി. അപ്പൊ ഗുണാനാം ലക്ഷണം സർവം കാര്യം ചൈവ വിഭാഗശ ആരാധ്യാ പരമാശക്തിർയയാ സർവമിതം തതം.
അപ്പം ഇങ്ങനെ ഗുണങ്ങളുടെ ലക്ഷണവും കാര്യവും പ്രത്യേകം പ്രത്യേകം വിസ്തരിച്ച് അന്ന് നാരദൻ പറയേണ്ടായി. ഈ പ്രപഞ്ചം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ പരാശക്തിയെ അവശ്യം ആരാധിക്കേണ്ടതാണ് അല്ലേ? ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാം എന്ന് മറ്റൊരിടത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആപത്ത് വരുന്ന സമയത്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുകയാണ് വേണ്ടത് അല്ലേ? അതാണ് വേണ്ടത്. അപ്പൊ ആപത്തില്ലാത്ത സമയത്തോ സദാസേവ്യ സദാസേവ്യ. ആപത്തില്ലാത്ത സമയത്തും ഭഗവതിയെ ആരാധിക്കണം എന്നാണ്. അപ്പൊ പറയുകയാണ്, ഈ പ്രപഞ്ചം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ആദിപരാശക്തിയെ ആരാധിക്കണം, അത് പരമപ്രധാനമാണ് എന്ന് ആരാ പറയണത്? വേദവ്യാസൻ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയുള്ള 33-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരങ്ങളോടുകൂടി ഈ അക്ഷരപുഷ്പാഞ്ജലി, അക്ഷരസപര്യ, അക്ഷയസപര്യ സമർപ്പിക്കുകയാണ്. എല്ലാവരിലും ശാന്തിയും സമാധാനവും സർവോപരി ഭഗവത് ഭക്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ആളല്ല ഞാനമ്മയെ വിട്ടിരിക്കാൻ, അമ്മയ്ക്കു ഞാൻ പോകിലുമെന്തു ചേതം. അമ്മയ്ക്കിനി കുട്ടികളുണ്ടു വേറെ, എന്നാൽ എനിക്കില്ലിനി അമ്മ വേറെ, എന്നാൽ എനിക്കില്ലിനി അമ്മ വേറെ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.